ഹായ് ഫ്രണ്ട്സ്, ലെറ്റ്സ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലെറ്റ്സ് കുക്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഓട്സ് സൂപ്പാണ്. പലപ്പോഴും ഞാൻ ഓട്സ് സൂപ്പ് കുടിക്കുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ ഇത്രയും ടേസ്റ്റായിട്ട് കുടിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഓട്സ് റെസിപ്പി ഞാൻ ലെറ്റ്സ് കുക്കിൽ ഇട്ടാലോ എന്ന്. അപ്പോൾ ഇന്ന് ലെറ്റ്സ് കുക്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് സൂപ്പാണ്. ഞാൻ ഈ ഓട്സ് സൂപ്പ് ഉണ്ടാക്കുന്നത് 2 പേർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് 1 ടീസ്പൂൺ ഒലീവ് ഓയിലാണ്. നിങ്ങൾക്ക് ഒലീവ് ഓയിലിൻ്റെ പകരം വേണമെങ്കിൽ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ആയാലും ഉപയോഗിക്കാം. ഓയിൽ ഇട്ടതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് 1 കപ്പ് ഓട്സും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുക. ഇത് അധികം ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ഇത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഇതിനെ റോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബീൻസും ചോളവും ക്യാരറ്റും പീസുമാണ്. നിങ്ങൾക്ക് ഏതാ വെജിറ്റബിൾ കൂടുതൽ ഇഷ്ടമുള്ളത് ആ വെജിറ്റബിൾസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് 3 കപ്പ് വെള്ളം ഒഴിക്കുക. 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇട്ടിട്ട് ഈ പാന് അടച്ചു വെച്ച് 1 മിനിറ്റ് ബോയിൽ ചെയ്യുക. 1 മിനിറ്റ് ബോയിൽ ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് മല്ലിയിലയും അതേപോലെ തന്നെ സ്പ്രിംഗ് ഒണിയനും ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പകുതി കഷ്ണം നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഓട്സ് സൂപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു സർവിങ് ബൗളിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്കിത് സെർവ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഒരു സൂപ്പ് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.